എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേകൃഷ്ണ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേടം 31 മെയ് മാസം 14 തീയതി വ്യാഴം മാറുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും രാശിക്കാർക്കും വരുന്നതായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് പറയുന്നത് ധനുരാശി ലഗ്നമായിട്ട് വരുന്നവർക്കും അതുപോലെ തന്നെ മൂലം പൂരാടം ഉത്രാടം കാല നക്ഷത്രക്കാർക്കും വരുന്നതായിട്ടുള്ള മാറ്റങ്ങളാണ്. ധനുരാശിയിൽ ലഗ്നമായി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 വയസ്സിന് താഴെയുള്ളവർക്കാണ്. മൂലം പൂരണം ഉത്രാടം കാല് 32 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ഫലമാണ് പറയുന്നത്. വളരെയധികം മോശകരമാണ് ഈ പറയുന്ന വ്യാഴമാറ്റം. അതുകൊണ്ട് അവരുടെ കർമ്മത്തിലും തൊഴിലിലും വരുമാനത്തിലുമൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് എടുത്തു ചാടി കയ്യിലിരിക്കുന്ന തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിലിലേക്കൊക്കെ മാറാൻ ശ്രമിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. തൊഴിലുണ്ടാകുന്ന തടസ്സങ്ങൾ, തർക്കങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. വന്നിട്ടുള്ള വ്യാഴമാറ്റ ദുരിതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണുവിനും മഹാദേവനും യഥാവിധി കർമ്മം ചെയ്യുക. മഹാദേവന് ധാരാകൂളോത്തര പുഷ്പാഞ്ജലി വെള്ള നിവേദ്യം സമർപ്പിക്കുക. അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാന് പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് ഇത്യാദി സമർപ്പിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തുക. എല്ലാ വ്യാഴമാറ്റവും എല്ലാ ശനിമാറ്റവും രാഹുഗതികളുടെ മാറ്റവും ഒന്നും ബാധകമല്ലാതെ എക്കാലവും ഒരേപോലെ തന്നെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ദുരിതക്കയം കയറുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരു ആസ്ട്രോളജറെ കണ്ടെത്തി വന്നിട്ടുള്ള ദുരിതം എന്താണെന്ന് കണ്ടെത്തുക. അതിൻ്റെ കാര്യം എന്താണെന്ന് കണ്ടെത്തുക, കാരണം എന്താണെന്ന് കണ്ടെത്തി കൃത്യമായിട്ട് അതിൻ്റെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.